ഹലോ, ഇപ്പം നമ്മളുള്ളത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. രാവിലെ 8:35 വരേണ്ട ട്രെയിൻ 9:30 വന്നിട്ടില്ല, നല്ല ലേറ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് പോകേണ്ടത് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിറങ്ങി ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടുന്ന് ബസ് കയറിയാണ് നമ്മുടെ സ്ഥലത്തോട്ട് എത്തേണ്ടത്. വേറെ എങ്ങോട്ടുമല്ല, ഒരു ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. ഈ കാണുന്നതാണ് മാവേലിക്കര ടെമ്പിൾ കേട്ടോ. നമ്മളവിടെ കയറിയൊന്നുമില്ല. ഈ പോകുന്ന വഴിയൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നു കണ്ടതിൽ ദേവീക്ഷേത്രങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബസ് കയറി വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിലെത്താൻ. കാഞ്ഞൂർ ദുർഗാദേവി ടെമ്പിളിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ജസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ബസ് കയറി, ഹരിപ്പാട് നിന്ന് ബസ് കയറിയിട്ട് ഈ ക്ഷേത്രത്തിന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സീനിയർ സാറുണ്ട്, അതായത് ക്ലസ്റ്റർ മാനേജറാണ്. ആളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഉത്സവമാണ്, 2 കരക്കാർ നടത്തുന്ന ഉത്സവം പോലെയാണ് ഈ പറയുന്ന ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ കോലം വഴിപാട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയതാട്ടോ. ഇത് KSRTC ബസ്സിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ചില ഒരുപാട് ദൂരമൊന്നുമില്ല, എനിക്കൊന്നൊരു 10-20 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ തന്നെ ഈ ക്ഷേത്രത്തിൽ ചെല്ലും. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് റോഡ് പണി നടക്കുകയാണ്. NHൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എത്തിയപ്പോൾ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കടകളും ഒക്കെ ആയിട്ട് നല്ലോണം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം സ്പെഷ്യലായിട്ട് തോന്നിയത് നമ്മുടെ ക്ഷേത്രം കണ്ടിട്ടാണ്. ഭയങ്കര മനോഹരമായിട്ടാണ് അവർ ഇതെല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തെക്കൻ കേരളത്തിലെ വളരെ പ്രശസ്തമായ ദേവീ ക്ഷേത്രമാണ് ഈ കാഞ്ഞൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തിട്ടാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകതകളിൽ ഒന്നാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കോലമെഴുത്തുകളിൽ ഒന്നാണ് കാഞ്ഞൂർ കോലം. നവരാത്രി, മകം തൊഴൽ, പറയെടുപ്പ്, മീനമാസത്തിലെ ഉത്സവം, പൊങ്കാല എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. 10 ദിവസമാണ് ഉത്സവം നടക്കുന്നത്. വനദുർഗാദേവി പ്രധാന ദേവതയാണെങ്കിലും ഉപദേവതകളായി ശ്രീഭദ്രയും യക്ഷിയമ്മ, ശാസ്താവ്, വീരഭദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവൻ, മഹാദേവൻ എന്നിവരും നാഗരാജാവിനെയും ഒക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പുരാതന കാലത്ത് വലിയ വനമായിരുന്നു ഇവിടെ. പണ്ടുകാലത്ത് കായംകുളം കൊച്ചുണ്ണി ഒളിത്താവളമായി ഉപയോഗിച്ചിരുന്ന സ്ഥലം കൂടിയാണിത്. ആൾസഞ്ചാരം വിരളമായിരുന്ന ഇവിടെ നാട്ടുകാർ യക്ഷിയുടെ ശല്യം പരാതിപ്പെടുകയും അത് ഒഴിവാക്കാനായി അന്നത്തെ നാട്ടുപ്രമാണിയായ കാഞ്ഞൂർ വല്യത്താനെ സമീപിക്കുകയും വിധിപ്രകാരം അദ്ദേഹം ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കുകയും യക്ഷിയമ്മയെ ഉപദേവതയായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതാണ് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യമെന്ന് പഴമക്കാർ പറയപ്പെടുന്നുണ്ട്. കളമെഴുത്ത് പാട്ടും കോലവും ഒക്കെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. ഇവിടെ 2 കരക്കാരാണുള്ളത്, പടിഞ്ഞാറേക്കരയും കിഴക്കേക്കരയും. 2 ദിവസങ്ങളിലായി ഓരോ കരക്കാർ വീതമാണ് കോലം വഴിപാട് നടത്തുന്നത്. ഭദ്രാദേവിക്ക് വേണ്ടിയാണ് കോലം വഴിപാട് നടത്തുന്നത്. 500-ൽ പരം കോലങ്ങൾ എല്ലാ വർഷവും നടക്കാറുണ്ട്. ഭൈരവി കോലമാണ് ഇവിടെ വരയ്ക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോലം സമർപ്പിക്കുന്നത് ഇവിടെയാണ്. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വേണം കോലം വഴിപാട് നടത്താൻ. ഫലസിദ്ധിക്കും ആളുകൾ ഈ വഴിപാട് നടത്താറുണ്ട്. കോലം വഴിപാടിലെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം അന്നത്തെ ഭക്ഷണ രീതികളാണ്. അതിരാവിലെ തുടങ്ങുന്ന ഭക്ഷണം വൈകുന്നേരം കോലം പൂജിക്കുന്നത് വരെ കൊടുക്കേണ്ടതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ കാപ്പിയാണെങ്കിൽ ഉച്ചയ്ക്ക് കഞ്ഞിയായിരിക്കും, പിന്നീട് സദ്യ ആയിരിക്കും. അങ്ങനെ ഏകദേശം 12-13 മണിക്കൂറോളം അന്നദാനം ഇങ്ങനെ കൊടുത്തുകൊണ്ടേ. ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഓട്ടോ കയറി സാറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളും ഉണ്ട് കേട്ടോ. ഒരു 4 കിലോമീറ്റർ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഈ നമ്മുടെ സാറിൻ്റെ വീട്ടിലേക്കുള്ളൂ. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നും പോയി നിൽക്കാണ് കേട്ടോ. ഉച്ച സമയം കൂടെ ആയിരുന്നുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രസാദമായിട്ട് കഞ്ഞിയായിരുന്നു, കഞ്ഞിയും പുഴുക്കും ഒക്കെ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. ഇതാണ് കോലം നിർമ്മാണം. അവിടെ വീട്ടിൽ തന്നെ ഒരു മറയൊക്കെ കെട്ടിയിട്ടാണ് കോലം നിർമ്മിക്കുന്നത്. അതിന് ലാസ്റ്റ് ഒരു പോർഷൻ ഞാൻ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. വൈകിട്ടാകുമ്പോഴേ ഇത് കോലം പൂർത്തിയാകത്തുള്ളൂ. പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മറ പോലെയാണ് ഇതിനകത്ത് ഇരുന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഒരു ഭംഗിയുള്ളൊരു ചിത്രമാണ് കേട്ടോ. ഞാൻ ഇതിൽ ആഡ് ചെയ്യാം, അതിൻ്റെ കോലത്തിൻ്റെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാം.
ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കൊളീഗ് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു കേട്ടോ, അതായത് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര താമസമായിരുന്നു, ഡിലേ ആയിരുന്നു, ഫുൾ ട്രെയിൻസും ഡിലേസ് ആയിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ എൻ്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളും ഞാൻ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പറയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.